പലപ്പോഴും സംഭവിക്കാറുള്ള വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണം ആ വണ്ടിയുടെ കണ്ടീഷൻ തന്നെയാണ്. Malayalam actor Shine Tom Chacko was seriously injured in a road accident near Parayur in Palakkod on June 6. Tragically, his father... നിങ്ങൾ ഈ കണ്ട ഈ അപകടം കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. ഡ്രൈവറിന് റോഡ് വ്യക്തമായിട്ട് കാണാത്തതായിരുന്നു ഈ അപകടത്തിന്റെ പ്രധാന കാരണം. നമുക്കിത് വിശദമായിട്ട് പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്, അതിന് എന്തൊക്കെ പ്രതിവിധികളുണ്ട് എന്നുള്ളതാണ്. വെൽക്കം ടു അറ്റോസ് ഓട്ടോമോട്ടീവ്. പലപ്പോഴും നമ്മൾ വാഹനം വാഷ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ മഴക്കാലത്തുണ്ടാവുന്ന മഴത്തുള്ളികളോ ഇങ്ങനെയുള്ള വാട്ടർ ഡ്രോപ്പുകൾ അത് സ്വൈപ്പ് ചെയ്യാതെ തന്നെ നമ്മളത് ഡ്രൈ ആവാൻ വിടും. അതവിടെ ഡ്രൈ ആയി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടർ മാർക്ക് ഫോം ചെയ്യും. കൂടാതെ നമ്മൾ ഒരിക്കലും ജസ്റ്റ് വാഷ് മാത്രം ചെയ്തതുകൊണ്ട് വണ്ടി പ്രോപ്പറായിട്ട് ക്ലീൻ ആവില്ല. ഡീറ്റെയിൽ ആയിട്ട് അത് ക്ലീൻ ചെയ്യണം. അത് പോളിഷ് പോലെയുള്ളതൊക്കെ ചെയ്തിട്ടാണ് സാധാരണ ചെയ്യാറ്. ഇതൊന്നും ചെയ്യാണ്ട് കുറേ കാലം നമ്മളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഗ്ലാസ് അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു വരും. ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ, ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ ഉണ്ടാവുന്ന മഴത്തുള്ളികൾ പറ്റാണെങ്കിൽ ഒന്ന് സ്വൈപ്പ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാം. ഗ്ലാസ്സിൽ വീഴാൻ സാധ്യതയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ചുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മൈക്രോ ഫൈബർ ക്ലോത്തുകൾ ഉപയോഗിക്കാം. പീരിയോഡിക്കലി അതിൻ്റെ വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യാം. ഇയർലി ഒരു വട്ടമെങ്കിലും നല്ല രീതിയിൽ വണ്ടി പോളിഷ് ചെയ്യാം. ആദ്യത്തെ ഒരു വർഷമൊക്കെ വണ്ടിയുടെ കണ്ടീഷൻ നല്ല മിന്റ് ആയിരിക്കും. കറക്റ്റ് പ്രോപ്പർ അല്ലെങ്കിൽ രണ്ടാമത്തെ വർഷം മുതൽ വളരെ മോശമാവും. അതിന് ഒരു വർഷം എന്നല്ല, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് നമ്മളെ വണ്ടിയെ കെയർ ചെയ്യുന്ന പോലെയാണ്. നിലവിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലി ടൂൾ ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ പ്രോപ്പറായി ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്തരം വലിയ വലിയ അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്താതിരിക്കുക. അതേപോലെ തന്നെ ഗ്ലാസ് ഒക്കെ പ്രോപ്പർ ആണോ, ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, വൈപ്പർ ബ്ലേഡ് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാം. വാഷ് ചെയ്യുകയാണെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്തോ ചാമോയ്സോ ഉപയോഗിച്ച് മാത്രം ക്ലീൻ ചെയ്യാം. വാഷിംഗ് സെന്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണൽ ആയിട്ട് വാഷ് ചെയ്യുന്നവരെ മാത്രം ചൂസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളും ഓഫറുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ഷഫീഖ് ചെമ്പരിക്ക ഫ്രം അറ്റോസ് ഓട്ടോമോട്ടീവ്.